സംസ്ഥാന സർക്കാരിന്റെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വമ്പൻ സന്തോഷ വാർത്ത. മെയ് മാസത്തിലെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണത്തിന് പിന്നാലെ തന്നെ വമ്പൻ പെൻഷൻ വർധനവും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും പ്രഖ്യാപിച്ചു. വാർദ്ധക്യകാല പെൻഷനുകൾ, വിധവാ പെൻഷനുകൾ, ഭിന്നശേഷി പെൻഷനുകൾ, കർഷക തൊഴിലാളി പെൻഷനുകൾ, അവിവാഹിത പെൻഷനുകൾ, വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴിയുള്ള പെൻഷനുകൾ എന്നിവ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്കുള്ള മെയ് മാസത്തിലെ പെൻഷൻ തുകയുടെ വിതരണം സംസ്ഥാനത്ത് രണ്ടാം ഘട്ടമെന്നോണം സജീവമാകുന്ന സാഹചര്യത്തിലാണ് വീണ്ടും പെൻഷൻ തുക വിതരണം സംബന്ധിച്ചുള്ള അറിയിപ്പുകൾ എത്തിയിരിക്കുന്നത്. ജൂൺ മാസത്തിൽ ഗുണഭോക്താക്കൾക്ക് ഇരട്ടി ആനുകൂല്യം എത്തിച്ചേരും. പെൻഷൻ തുകയിൽ 1000 രൂപയുടെ വർധനമാണ് നയപ്രഖ്യാപനത്തിൽ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. സംസ്ഥാനത്ത് മെയ് മാസത്തിലെ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ മെയ് മാസം 26 ആരംഭിച്ചെങ്കിൽ പോലും ഒട്ടുമിക്ക ഗുണഭോക്താക്കളുടെയും അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും തുക എത്തിച്ചേർന്നിട്ടില്ല. തുക എത്തിച്ചേർന്നിട്ടില്ലാത്ത ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് നാളെ മുതൽ തുക എത്തിച്ചേർന്നു തുടങ്ങും. സംസ്ഥാന വിഹിതം മാത്രം കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്ക് 2000 രൂപ വീതം പൂർണ്ണമായും എത്തിച്ചേരും. എന്നാൽ 7 ലക്ഷത്തോളം വരുന്ന വിധവാ, വാർദ്ധക്യ, ഭിന്നശേഷി പെൻഷനുകളിലായി കേന്ദ്രവിഹിതം കൂടി ചേർത്ത് പെൻഷൻ തുക സ്വീകരിക്കുന്ന NSAP വിഭാഗത്തിൽപ്പെടുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് പെൻഷൻ തുകയിൽ 200 മുതൽ 500 രൂപയുടെ വരെ കുറവുണ്ടായേക്കും. ഈ തുക കേന്ദ്രം ആധാരധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് കൈമാറുക. അടുത്ത ഘട്ടത്തിൽ കേന്ദ്രവിഹിതം ഗുണഭോക്താക്കൾക്ക് സംസ്ഥാന വിഹിതത്തിന്റെ വിതരണം പൂർത്തിയാക്കിയ ശേഷം എത്തിച്ചേരുന്നതാണ്. മെയ് മാസത്തിലെ പെൻഷൻ തുക വിതരണത്തിന് കൈമാറിയതായി സേവന സൈറ്റിൽ സ്റ്റാറ്റസ് കാണിച്ചിട്ടും തുക എത്തിച്ചേർന്നിട്ടില്ലാത്ത ഗുണഭോക്താക്കൾക്ക് തുക എത്തിച്ചേരും. ഇതോടൊപ്പം തന്നെ ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കും തുക എത്തിച്ചേർന്നിട്ടില്ല. കേരളത്തിൽ തൊഴിലാളികൾക്കായി സ്ഥാപിച്ച ക്ഷേമനിധി ബോർഡുകൾ രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്ന് സംസ്ഥാന സർക്കാർ വ്യക്തമാക്കി. ഇത് പുതിയ സർക്കാരിന്റെ പ്രവർത്തനം തുടക്കത്തിൽ തന്നെ പ്രതിസന്ധിയിലാക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി. അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്ക് സാമൂഹ്യ സുരക്ഷ ഉറപ്പുവരുത്താനാണ് ഈ ബോർഡുകൾ സ്ഥാപിച്ചിട്ടുള്ളത്. 1 കോടിയിലധികം തൊഴിലാളികളെ പ്രതിനിധീകരിക്കുന്ന 31 ക്ഷേമനിധി ബോർഡുകളിൽ 25 എണ്ണവും സാമ്പത്തിക ബുദ്ധിമുട്ടിലാണ്. ഇലക്ഷനോടനുബന്ധിച്ച് മാർച്ച്, ഏപ്രിൽ മാസങ്ങളിൽ 2 മാസത്തിലെ തുകയായ 4000 രൂപ വീതം പഴയ സർക്കാർ വിതരണം ചെയ്തിരുന്നു. എന്നാൽ ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് മാർച്ച് മാസത്തിലെ പെൻഷൻ തുകയായ 2000 രൂപ വീതം മാത്രമാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. ഏപ്രിൽ, മെയ് മാസങ്ങളിലെ പെൻഷൻ തുകയായ 4000 രൂപയുടെ വിതരണം സംബന്ധിച്ചുള്ള അറിയിപ്പുകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. മെയ് മാസത്തിലെ തുകയായ 2000 രൂപയുടെ വിതരണമാണ് പുതിയ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. മുൻ ധനമന്ത്രി പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം വിവിധ ബോർഡുകളിലായി നിലനിൽക്കുന്നത് 8629 കോടി രൂപയുടെ പെൻഷൻ കുടിശ്ശികയാണ്. 45 ലക്ഷം തൊഴിലാളികളുടെ ക്ഷേമം ഉറപ്പാക്കേണ്ട ബോർഡുകൾ അടച്ചുപൂട്ടലിന്റെ വക്കിലാണെന്നാണ് ഇപ്പോൾ അറിയിപ്പുകൾ പുറത്തു വന്നിട്ടുള്ളത്. കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്ക് ക്ഷേമനിധി പെൻഷൻ വിതരണം ചെയ്തിട്ട് 2 വർഷമായി. ഇവർക്ക് മാത്രം 1500 കോടി രൂപ കുടിശ്ശികയുണ്ട്. കർഷക ക്ഷേമനിധി ബോർഡിന് 500 കോടിയും കശുവണ്ടി ക്ഷേമനിധി ബോർഡിന്റെ കുടിശ്ശിക 30 കോടിയുമാണ്. ടൈലറിംഗ് വർക്കേഴ്സ് വെൽഫെയർ ഫണ്ട് ബോർഡിൽ പെൻഷൻ മുടങ്ങിയിട്ട് 1.5 വർഷത്തിലേറെയായി. നിലവിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളുടെ വർധനവ് പ്രഖ്യാപിക്കുമ്പോൾ ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കും വർധനവ് ബാധകമാണ്. 1000 രൂപയുടെ വർധനവാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ജൂൺ മാസം 19 അവതരിപ്പിക്കുന്ന ബജറ്റിൽ ആദ്യഘട്ടമെന്നോണം 100 മുതൽ 200 രൂപയുടെ വരെ വർധനമാണ് പ്രതീക്ഷിക്കുന്നത്. ഈ വർധനവ് എല്ലാവർക്കും ബാധകമാണെങ്കിൽ പോലും ക്ഷേമനിധി ബോർഡുകൾ വഴിയുള്ള പെൻഷൻ ഗുണഭോക്താക്കൾ ആശങ്കയിൽ തന്നെയാണ്. 2024 പെൻഷൻ പറ്റിയ അംഗനവാടി ജീവനക്കാരുടെ പെൻഷൻ ആനുകൂല്യങ്ങൾ പോലും നൽകിയിട്ടില്ല. കയർ നിർമ്മാണ മേഖലയിൽ 1.5 ലക്ഷം തൊഴിലാളികളും 60,000 പെൻഷൻകാരുമുണ്ട്. 5 വർഷമായി ഇവർക്ക് വിരമിക്കൽ ആനുകൂല്യവും മറ്റ് സാമ്പത്തിക സഹായവും നൽകിയിട്ട്. തൊഴിൽ വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന 18 ക്ഷേമനിധി ബോർഡുകൾ ഉൾപ്പെടെ വിവിധ വകുപ്പുകളിലായി 31 ക്ഷേമനിധി ബോർഡാണ് കേരളത്തിലുള്ളത്. ചുമട്ടുതൊഴിലാളി ക്ഷേമനിധി ബോർഡിലുള്ള അംഗങ്ങൾക്കും ബോർഡിലടച്ച അംശാദായം തിരിച്ചു നൽകാൻ സർക്കാർ തയ്യാറായിട്ടില്ല. ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കുള്ള പ്രഖ്യാപനവും ബജറ്റിൽ പ്രതീക്ഷിക്കാം. മെയ് മാസത്തിലെ പെൻഷൻ തുകയുടെ വിതരണം ഈ ആഴ്ച സജീവമാകുന്ന സാഹചര്യത്തിൽ ജൂൺ മാസത്തിൽ വർദ്ധിപ്പിച്ച പെൻഷൻ തുകയടക്കം എത്തിച്ചേരുമെന്നുള്ള സന്തോഷ വാർത്തയാണ് ഈ മണിക്കൂറുകളിൽ പുറത്തു വന്നിട്ടുള്ളത്. ഇതോടൊപ്പം തന്നെ ഏപ്രിൽ, മെയ് മാസങ്ങളിലെ സ്ത്രീ സുരക്ഷാ പെൻഷൻ തുകയായ 2000 രൂപയുടെ വിതരണം കൂടിയാണ് സംസ്ഥാനത്ത് ആരംഭിക്കുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കും. വരും മണിക്കൂറുകളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക.